ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? നമുക്കിപ്പോൾ ഇന്ന് കുറച്ചൊരു സുഖക്കുറവുണ്ട് കേട്ടോ. ജലദോഷമൊക്കെ പിടിച്ച് അമ്പാറയിക്കണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊന്ന് കണ്ടു നോക്കി. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യും കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളി. അങ്ങനെ ഞാൻ ചായൻ്റെ വെള്ളക്കട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് കടി ഉണ്ടാക്കുന്നത് മസാല ദോശ തന്നെ കേട്ടോ. മക്കളെ 2-3 ദിവസമായി മസാല ദോശ ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കണം. അപ്പം ഇന്ന് അതൊന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഈ മസാല ഉണ്ടാക്കാനുള്ള ഉള്ളിയും കിഴങ്ങൊക്കെ ഇന്നലെ രാത്രി തന്നെ അരിഞ്ഞ് വെച്ചിന് കേട്ടോ. അപ്പോൾ കിഴങ്ങ് കുറച്ച് കളറ് മാറിയിട്ടുണ്ട്. സാരെല്ലാം വേകുമ്പോൾ ശരിയാകും. ജലദോഷം പിടിച്ചിട്ട് സൗണ്ട് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. സൗണ്ടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ക്ഷമിക്കേ. പിന്നെ ഞാൻ അതിക്ക് ആവശ്യത്തിനായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മളെ ചായൻ്റെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പൊടി ഇട്ടാണ്ട് ഒന്ന് അടച്ച് വെച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതാ ദോശയ്ക്ക് ചട്ടിനി ചമ്മന്തിയാണ് ഇട്ടെന്ന് ഉണ്ടാക്കണം, വെള്ള ചമ്മന്തി. അപ്പം അതിനതാ ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടാക്കി എടുത്തിട്ട് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതവിടെ റെഡിയായി. നമ്മളെ മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദോശ ഓരോന്ന് ചുട്ടെടുക്കാം. അന്നതാ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ദോശ നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയും കൂടി അതിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നമ്മളൊരു മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ ദോശകളൊക്കെ ഞെല്ലൊന്ന് ചുട്ടെടുത്ത് വരാം കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലിട്ടോ നിങ്ങൾ. അങ്ങനെ നമ്മൾ ദോശക്ക് മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ചായ എടുക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അവൾ മദ്രസ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ചായയുടെ കഴിഞ്ഞിപ്പോൾ ഒന്ന് ചോറ് വെക്കുന്നത് റൈസ് കുക്കറിലാണ് കേട്ടോ. ഇന്നിപ്പോൾ അടുപ്പിൽ തീ കൂട്ടാനൊന്നും വെച്ച മക്കളെ. വേഗം ചോറും കൂട്ടാനൊക്കെ ആക്കിയാണ് ഒരു പാത്ത് കിടക്കട്ടെ എന്ന് എത്തിയിട്ട് വേഗം പണിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതാ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ട് ഇതവിടെ കുറച്ച് പാത്രം കഴുകാനായിക്കിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേഗം കഴുകിയെടുക്കട്ടെ. ഇല്ലെങ്കിൽ പിന്നെ ഒന്നായിട്ടായ അതിലേറെ പിരാന്തേക്കാരം. അപ്പോൾ വേഗം അതൊന്ന് കഴുകിയെടുക്കട്ടെ. ആയത് കഴുകിയെടുത്താൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിപ്പോൾ കഴുകി വെച്ചാലും ഒരു സ്കൂൾക്ക് പോയി കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടാവും കേട്ടോ ഒരുപാട് പാത്രം കഴുകാൻ. ഇപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് വേണം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനും കൂട്ടാനും ഉണ്ടാക്കാനൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ പാത്രക്കാനായിട്ട് മുഴുവനായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. മുതുണ്ടൊക്കെ തുടച്ചെന്നാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചോറിന് വെച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം കഴുകിയെടുത്ത അരിയും കൂടി അത് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ അരിയിടല കഴിഞ്ഞപ്പോൾ നമ്മൾ റിജുട്ടി നീച്ച് വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നീച്ചപ്പോൾ തന്നെ ചായക്ക് എന്താ കടി വെച്ചപ്പോൾ മസാല ദോശ എന്ന് പറഞ്ഞപ്പോഴേ വണ്ടിയിൽ നീച്ച് പല്ല് വെച്ച് വന്നിക്കാണ് കേട്ടോ. ആ ഒരു സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത്. ചിരിച്ചിട്ടുണ്ടില്ലേ, സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി. അങ്ങനെ അവൻ്റെ ചായയോടി കഴിഞ്ഞപ്പോൾ അതാ നമ്മൾ ഉപ്പേരി വെക്കാൻ എന്തൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാക്കിയാണ്ട് കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള ജീരക വെള്ളം കൂടി എടുത്ത് തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിളച്ചിക്കണോ നോക്കിയതാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ അരിഞ്ഞ് വെച്ച ബീട്രൂട്ടും കൂടെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിക്ക് നാളികേരവും പച്ചമുളകും ചതച്ചും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊന്നും വേവാവട്ടെ എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഇതായി നമ്മൾ അരിയൊക്കെ നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഇതിൽ കടന്ന് വേകട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള നാളികേരം ഒന്ന് ചതച്ചെടുക്കാം. അതിനതായ നാളികേരമൊക്കെ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അതും കൂടെ ഇട്ടിട്ട് ഒന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അതൊന്ന് സോയാബീൻ പൊരിച്ചതാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുത്തേക്കുന്നത്. ബീട്രൂട്ട് ഉപ്പേരിയും സോയാബീൻ പൊരിച്ചതും കൊടുത്തേക്കാന്നാണ് കരുതുന്നത്. അപ്പം ഇന്ന് സോയാബീനെ നന്നായിട്ട് ഞാൻ കഴുകിക്കാണ്ട് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ സോയാബീനാണ്, വലുതാകുമ്പോഴല്ല നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ഇത് കട്ട് ചെയ്യാൻ മാത്രമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം വെള്ളമൊക്കെ മാറ്റിയിട്ട് അങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ സോയാബീന് രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. ഇത് കുതിർന്ന് വരണമല്ലോ, ഞാൻ നേരത്തെ പറയാൻ മറന്നതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. ഇതിന് കട്ടുണ്ട് എന്നൊക്കെ പറയണേക്കാം, അതാണ് നന്നാക്കി ഇത് പിഴിഞ്ഞെടുക്കണം എന്നൊക്കെ പറയണത്. അങ്ങനെ ഞാനിത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ അതൊക്കെ നന്നായിട്ട് കഴുകി എടുത്തപ്പോൾ അത് ആ മസാലയൊക്കെ തേച്ച് കാണും. ഇപ്പോൾ എണ്ണയൊക്കെ ചൂടാക്കിയാണ് ഇതാ പൊരിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതോടെ ഓഫാക്കി മാറ്റി വെച്ചിരുന്നു. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് കോരി മാറ്റിയെടുക്കുകയാണ്. പിന്നെ അതാ 2ാം ട്രിപ്പും കൂടെ ഇട്ടുകൊടുത്ത് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ചോറ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതും കൂടി ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. അപ്പം മയക്കാറുണ്ടായിട്ട് തീരെ വെളിച്ചം അകത്തേക്ക് വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ അതിൽ പൊളി ഒന്ന് തുറന്നിട്ട് നോക്കിയതാണ്. അങ്ങനെ നമ്മൾ ചോറൊക്കെ അവിടെ ഊറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മൾ സോയാബീനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഓഫാക്കി അവിടെ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇറച്ചി മീനൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. ഒന്ന് വാങ്ങി എനിക്ക് തീരെ വയ്യൊന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിന്ന് കുട്ടികൾക്ക് കൊണ്ടുപോകണമെങ്കിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടേ ഇന്നിപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് വെണ്ടയ്ക്കയും ഉണക്കൽ മീനിട്ടൊരു കറി വെക്കണം എന്നാണ് കരുതുന്നത്. മക്കൾ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് വേണം അത് ഉണ്ടാക്കാൻ. അങ്ങനെ അതാ നമ്മൾ ചോറൊക്കെ ഇനി പാത്രത്തിലാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ റിജുട്ടന് സ്കൂളില്ല കേട്ടോ. പ്രീ പ്രൈമറി കുട്ടികൾക്ക് ഇനി തിങ്കളാഴ്ച ഉള്ളൂ സ്കൂള്. ഒരാഴ്ചത്തെ അവധി ഉണ്ട് അവർക്ക് കേട്ടോ. അപ്പോൾ ഇന്ന് ഇനി അതാ സംശയം കൊണ്ട് സംശയക്കാരം എൻ്റെ പിന്നാലെ ഉണ്ടാവും. മറ്റവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഓനും ഞാനും ഒറ്റക്കായില്ലേ. അപ്പോൾ ഇനി ഓന് ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞ് ഞാനേ എൻ്റെ തൊള്ളക്ക് ഇന്ന് ഇനി ഒരടക്കം ഉണ്ടാവില്ല മക്കളെ. ചോദിച്ചതന്നെ ചോദിച്ചും പറഞ്ഞു നിന്നുകാണ്ടേ എന്നെ ഇട്ടിട്ട് വട്ടം കറക്കുഞ്ഞ് നിന്ന് കേട്ടോ. ആരുമില്ലെങ്കിൽ പിന്നെ അങ്ങനെ കളിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഒഴിഞ്ഞു പോയി അങ്ങനെ കളിച്ചോളും. ഇല്ലാച്ചെങ്കിൻ്റെ പിന്നാലെ ഉണ്ടാവും ഓരോന്ന് ഇങ്ങനെ ചോദിച്ചും ചിലപ്പോൾ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ കിട്ടാത്ത ചോദ്യം കേൾക്കാരം. അപ്പൊക്കെ ഒരു തലപ്രാന്ത് ഇങ്ങോട്ട് വരും. അങ്ങനെ ഞാൻ ചോറൊക്കെ പാത്രത്തിലാക്കിയാലേ കുപ്പിക്ക് വെള്ളം ഒഴിച്ചാൽ ചൂടുവെള്ളം ആക്കാൻ വേണ്ടി നിന്നാ കേട്ടോ. അപ്പോൾ കുടുക്കൊണ്ട് തന്നെ ചെരിഞ്ഞ് നോക്കിയതാണ്. അപ്പോൾ പൊള്ളിയപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അവിടെ വെച്ചേക്കാം. ഒരു ഗ്ലാസ്സൊക്കെ എടുത്തുകൊണ്ട് ഇപ്പോൾ വെള്ളം കയ്യിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ മക്കളൊക്കെ പോയി. ഇപ്പോൾ ഞാനും റിജു ഒറ്റക്ക് കഴിക്കണം കേട്ടോ. അപ്പോൾ അവനവിടെ TV ഇട്ടെടുത്തൊക്കെയാണ് ഒന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് കറി ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്കയും ഉണക്കൽ മീനാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആദ്യം വെണ്ടയ്ക്ക നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. അവർ ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ട് ചെറിയ ഉള്ളിയും വെണ്ടയ്ക്കും നന്നായിട്ട് ഒന്ന് വാട്ടിയിരിക്കണം കേട്ടോ. ആ ചെറിയ ഉള്ളിൻ്റെ നിറമൊന്ന് നന്നായിട്ടൊന്ന് മാറി കിട്ടണം. അപ്പോഴേ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ.
അങ്ങനെ അത് ഇവിടെ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതവിടെ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അനതാ ഉലുവയും കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കും കേട്ടോ. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. എന്നിട്ട് ഇതാ അരിഞ്ഞു വെച്ച ഒരു തക്കാളിയും 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു തക്കാളി ഇട്ടത് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ വേണ്ടി മറന്നിരുന്നു. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വെളുത്തുള്ളി ഇട്ടപ്പോൾ ആ എണ്ണയിൽ ഇട്ട് കൊടുക്കേണ്ടിയിരുന്നു കേട്ടോ. ഞാൻ മറന്നു. ഇനിയിപ്പോൾ അത് അതുക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മുളകും പൊടി നല്ല എരിവുള്ള മുളകും പൊടിയാണ്. പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടില്ലേ, അതുകൂടി ഞാൻ 1.5 സ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ മക്കൾക്കൊക്കെ നല്ല എരിവുണ്ടാവും. അങ്ങനെ അതൊക്കെ നന്നായിട്ട് എണ്ണയിൽ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുളി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളി കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് കറിക്ക് എത്ര കറി വേണോ അതിനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തിളച്ച് വന്നിട്ട് നമുക്ക് വാട്ടിയെടുത്ത വെണ്ടക്ക ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടിയെടുത്ത വെണ്ടയ്ക്കും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെണ്ടക്കൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പിന്നെ ഉണക്കൽ മീനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കൽ മീനും കൂടി ഇട്ട് ഒന്ന് വെന്ത് കിട്ടിയാൽ നമ്മളെ കറി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞിപ്പോൾ ചോറുന്നാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചോറുന്നാണ്ട് ഒരു പാത്ത് കിടക്കട്ടെ. അപ്പോൾ ഇന്ന് റിജുട്ടനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചോറ് തിന്നുമ്പോഴും സംശയങ്ങൾ തുടർന്നു കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.